ചിലപ്പോൾ കേസ് വന്നു കഴിയുമ്പം VD സതീശൻ പറയുന്ന അദ്ദേഹത്തിന് മന്ത്രിയാകണ്ട, സാധാരണ MLA ആയിട്ട് തകരും, പിന്നീട് ലോയുടെ പ്രാക്ടീസ് ചെയ്തു പോകും. അതുകൊണ്ടൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നത് ഇത് ചുമ്മാ ധാരണയാണ്. അതൊക്കെ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. സതീശൻ വേണ്ട, മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരിക ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ വർക്കേഴ്സും ഈ പറയുന്ന പ്രവർത്തകരും നേതാക്കന്മാരും സതീശന് കൂടെ പോകും. ഇതൊക്കെ തെറ്റായ ധാരണ. സതീശനൊന്നും അല്ലാതായി മാറും. കുറച്ചാൾ സതീശനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. അപ്പം തൽക്കാലം സതീശൻ മന്ത്രിയാകുക. അതായത് രമേശിന് ചിലപ്പം ഈ പറയുന്ന എല്ലാ നായന്മാരും കൂടെ അവിടെ ഇരിക്കത്തില്ല. ചിലപ്പോൾ രമേശിന് കൊടുക്കാൻ പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സ്പീക്കറായിരിക്കും. തിരുവഞ്ചൂരിനെ മന്ത്രിയാക്കണ്ടായോ? വല്ലാത്ത സംഭവമാണ്. കോൺഗ്രസ് ആരൊക്കെ മന്ത്രിയാകും? അതിൻ്റെ അത് ക്രിസ്ത്യൻ ഇത് വരണം, സ്ത്രീകൾ വരണം, ഒരു മുസ്ലിം പ്രാതിനിധ്യം വരണം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ 10-12 മന്ത്രിമാർ ഇവരെല്ലാം കയറി വരണം. ഈ പറയുന്ന മുഴുവൻ നായേഴ്സ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ട, ഈഴവ കമ്മ്യൂണിറ്റിക്ക് വേണ്ടായോ, ബാക്കിയുള്ള ക്ലാസ്സിന് വേണ്ടായോ? അതാണ് ഈ പറയുന്ന നൂലാമാലയാണ് ഈ സംഭവം ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ഇപ്പോഴത്തെ ഈ കേരളത്തിൽ ഇത്രയും ഭൂരിപക്ഷത്തിൽ വന്ന ശേഷം ഈ പറയുന്ന സതീശൻ ഞാൻ മന്ത്രിയാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലാകണ്ട, മാറി നിൽക്കാൻ പറയും. ഇത്രയേ ഉള്ളൂ. അല്ലെ സതീശനോട് പറയും AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇതേപോലെ പോകാൻ പറയും. അല്ലാതെ കോൺഗ്രസിനകത്ത് ഇങ്ങനെയുള്ളൊരു ചരിത്രമൊന്നുമില്ല. ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് മാറി നിൽക്കുക, ഞാൻ പിണങ്ങി നിൽക്കുന്നതും പിണങ്ങി നിൽക്കുക, അത്രയേ ഉള്ളൂ. അത് കോൺഗ്രസ് പാർട്ടി എന്നല്ല, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും അങ്ങനെയാണ് ചെയ്ത്. കാരണം എലക്റ്റഡ് ആയിട്ടുള്ള MLA-മാരാണ് തിരഞ്ഞെടുക്കുന്നത്. അവരുടെയാണ് അവസാനം പറയുന്ന ആരാണ് അവരുടെ പാർലമെൻ്ററി പാർട്ടി ലീഡർ. അല്ലാതെ വോട്ട് ചെയ്ത ജനങ്ങളല്ല തീരുമാനിക്കുന്നത്, അതേപോലെ പാർട്ടി നേതാക്കന്മാരും അല്ല തീരുമാനിക്കുന്നത്, ജയിച്ചവരാണ് തീരുമാനിക്കുന്നത്, അവരാണ് സെലക്ട് ചെയ്യുന്നത്. എലക്ട് 2 സീനിയറായിട്ടുള്ള 2 നേതാക്കന്മാർ, അതായത് P. ചിദംബരവും അശോക് ഗെഹ്ലോട്ടുമാണ് വരുന്നത്. ഈ ഒബ്സർവർ കൃത്യമായിട്ട് MLA-മാരുടെ മുഴുവൻ സംഭവങ്ങളും ചോദിച്ചെടുക്കുന്നു. അതിനുശേഷം അവർ പൂർണ്ണമായിട്ടും AICCയോട് പറയുന്നു ഇന്നയാൾക്കാണ് പിന്തുണ, ഇന്നയാളാകും. ഇതേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് സതീശൻ എത്ര കിടന്ന് തള്ളിയാലും ചൂടായാലും ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. അതേപോലെ ഇതിൻ്റെ അകത്ത് ലീഗിന് അവരോട് അവസാന നിമിഷം മാത്രമേ പറയത്തുള്ളൂ, മറ്റുള്ള ഘടകകക്ഷിയോട് ഇന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം, ഞങ്ങൾ ഇന്നയാളായിരിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി, അത് നിങ്ങൾ അംഗീകരിക്കണം. കാരണം ഇതാണ് തീരുമാനം, ഇതാണ് സംഭവം വന്നിരിക്കുന്നത്. ഇത് AICC ആരെയും ബുൾഡോസ് ചെയ്യുന്നില്ല. എലക്റ്റഡ് ആയിട്ടുള്ള MLA-മാർ പറയുന്നു അത് നിങ്ങളും, അപ്പോൾ നിങ്ങളുടെ ആൾക്കാരോട് അത് ഞങ്ങളും തീരുമാനിക്കും. ഇത്രയേ ഉള്ളൂ.